ഹായ് എവ്രി വൺ, എൻ്റെ പേര് ആഷ്ലി സൂസൻ ഇട്ടി. എൻ്റെ സ്ഥലം കോട്ടയമാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ അപ്രൂവ് ആയിട്ടുണ്ട്. എൻ്റർ ജേണി, അതായത് ആപ്ലിക്കേഷൻ വെക്കുന്നത് മുതൽ ഇപ്പം കളക്ഷൻ വരെ, പാസ്പോർട്ട് കളക്ഷൻ വരെയുള്ള എൻ്റർ ജേണിയിൽ അജിനോറ ടീം എന്നെ അസിസ്റ്റ് ചെയ്തു. ആക്ച്വലി അജിനോറ ടീമിനെ ആദ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ അമ്മ അജിനോറ കോട്ടയം ബ്രാഞ്ചിൽ OET ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി അമ്മ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ആ സമയം മുതൽ അജിനോറ ആയിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പം ആക്ച്വലി അമ്മയുടെ, എനിക്ക് 2 യങ്ങർ സിസ്റ്റേഴ്സുണ്ട്, ബിലോ 18 ഇയേഴ്സാണ്. അപ്പോൾ അവർക്ക് അമ്മയുടെ കൂടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും അയർലൻഡിലേക്ക്. പക്ഷേ ഞാൻ 18+ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഡിപ്പെൻഡൻ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ നേരത്തെ തൊട്ട് തന്നെ എനിക്ക് പുറത്തു പോയി പഠിക്കണം, എബ്രോഡ് സ്റ്റഡീസ് ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആണ് അമ്മ ത്രൂ പ്രിൻഷ മാമിനെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പം അത് ഓൾമോസ്റ്റ് ഒരു 2023 നവംബറിലായിരുന്നു മാമിനെ കോൺടാക്റ്റ് ചെയ്തത്. ആ സമയത്ത് ഞാൻ IELTS ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാമിനെ കോൺടാക്റ്റ് ചെയ്തപ്പം മാം സെപ്റ്റംബർ ഇൻടേക്ക് 24 സെപ്റ്റംബർ ഇൻടേക്ക് നോക്കാമെന്നും അപ്പം അതിനാദ്യമേ IELTS ക്ലിയർ ചെയ്യുക എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അജിനോറയിൽ തന്നെ ഓൺലൈനായിട്ട് ഞാനൊരു 2 വീക്സ് IELTS കോച്ചിങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ എക്സാം എഴുതി എനിക്ക് 8 ബാൻഡ് സ്കോർ IELTSൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് ജനുവരി 1st വീക്ക് തന്നെ സെപ്റ്റംബർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇട്ടു. നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. സൗത്ത് ഈസ്റ്റ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കാർലോയിൽ നിന്നാണ് ഓഫർ ലെറ്റർ വന്നത്. മാസ്റ്റേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്ററി അഫയേഴ്സ് എന്നതായിരുന്നു കോഴ്സ്. ബേസ്ഡ് ഓൺ മൈ അക്കാഡമിക് പ്രൊഫൈൽ എനിക്ക് 5,000 euro ആണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ വന്ന അന്ന് തൊട്ട് എൻ്റെ പ്രോസസ്സ്, അതായത് എവറി മന്ത് ഇതിൻ്റേതായിട്ടുള്ള ഓരോ പ്രോസസ്സിൽ എൻഗേജ് ചെയ്തു. അതായത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ്, റിമൈനിങ് ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റ്, പിന്നെ ഒരു ജൂലൈ 1st തൊട്ട് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അറേഞ്ച് ചെയ്യുക, അങ്ങനത്തെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 8 മന്ത്സോളം ഈ വിസ പ്രോസസ്സിങ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ VFSൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ആൻഡ് എനിക്ക് 1 മന്ത് പോലും എടുത്തില്ല. ജനറലായിട്ട് ഒരു 30 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പ്രോസസ്സിങ് ടൈം പറയുന്നത്. എനിക്ക് അത്ര എടുത്തില്ല. ഒരു 20 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡിസിഷൻ വന്നു, അപ്രൂവ് ആയ ഡിസിഷൻ വന്നു. ആൻഡ് കഴിഞ്ഞ വീക്കിൽ ഞാൻ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് കളക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു എൻ്റയർ പ്രോസസ്സിൽ പ്രിൻഷ മാം അതുപോലെ തന്നെ ജോസ്ന മാം, ഇവർ 2 പേരും എന്നെ ഒരുപാട് അസിസ്റ്റ് ചെയ്തു. വെൻ ഐ ഫീൽ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ചില ഒബ്സ്റ്റക്കിൾസ് വന്നപ്പോഴൊക്കെ ഞാൻ മാമിനെ കോൺടാക്റ്റ് ചെയ്യും. മാം കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു. അതനുസരിച്ച് മുൻപോട്ട് പോയി. ആൻഡ് ഫൈനലി ഐ ഗോട്ട് മൈ വിസ. അപ്പോൾ ജോസ്ന മാം ആണെങ്കിലും ചിലപ്പോൾ ഞാൻ ലേറ്റ് നൈറ്റൊക്കെ ആയിട്ടായിരിക്കും ഡൗട്ട്സൊക്കെ മാമിനോട് ചോദിക്കുന്നത്. മാം പക്ഷേ ഭയങ്കര എന്താ പറയുന്നത്, ഹാപ്പി ആയിട്ട് തന്നെ അതിനുള്ള, അതായത് ഒരു ഡിഫിക്കൽട്ടീസും ഇല്ലാതെ തന്നെ അതിനുള്ള സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. പേപ്പർ വർക്കിലാണേലും എല്ലാം സോർട്ട് ചെയ്യുന്നതിലാണേലും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതിലൊക്കെ കംപ്ലീറ്റ് അസിസ്റ്റൻസ് അജിനോറ ടീം എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എബ്രോഡ് സ്റ്റഡീസ് നോക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ അജിനോറ സ്റ്റഡി എബ്രോഡ് റെക്കമെൻഡ് ചെയ്യുന്നു. ഗെറ്റ് സെറ്റ് ഫ്ലൈ.